ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ തെറി എന്ന് പറയുന്ന മൂവിയുടെ റീമേക്ക് ആയിട്ടുള്ള വരുൺ ധവാൻ അഭിനയിക്കുന്ന ബേബി ജോൺ എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. സോ പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഖലീസ് എന്ന് പറയുന്ന ആളാണ്. പടം പ്രസന്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ അറ്റ്ലി തന്നെയാണ്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ വരുൺ ധവാൻ ഉണ്ട്, കീർത്തി സുരേഷ് ഉണ്ട്, പിന്നെ വാമിക ഗബി ഉണ്ട്, പിന്നെ നമ്മുടെ ജാക്കി ഷറഫ് ഉണ്ട്. ഇങ്ങനെ ലോട്ട്സ് ഓഫ് ക്യാരക്ടേഴ്സ് അഭിനയിക്കുന്ന പടമാണ് ഗൈസ് നമ്മുടെ ബേബി ജോൺ എന്ന് പറയുന്ന മൂവി. വിജയ് അഭിനയിച്ച തെറി എന്ന് പറയുന്ന മൂവിയുടെ റീമേക്കാണ്. സോ സമാന്തയുടെ സ്ഥാനത്ത് വരുന്നതാണ് കീർത്തി സുരേഷ്, എമി ജാക്സന്റെ സ്ഥാനത്ത് വരുന്നതാണ് വാമിക ഗബി. തെറി എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയുടെ ഒരു സ്പൂഫ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിക്കാണ് ബേബി ജോൺ എന്ന് പറയുന്ന പടം എടുത്തു വെച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നോ, എന്തൊക്കെയാണ് അത് കാണിച്ചു വെക്കുന്ന, ആവശ്യമില്ലാതെ ലാസ്റ്റ് കൊണ്ടൊരു സ്പൈ വെർഷനും യൂണിവേഴ്സലും ഏജന്റും കണസ എന്തവാടേ കാണിച്ചു വെച്ചാൽ അത് പോരാഞ്ഞിട്ട് ഒരു ക്യാമിയോയുടെ കാര്യം ഓൾറെഡി ഞാൻ ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ എന്താണെന്നുള്ളത് ആ ആൾ തന്നെയാണ് അതിനകത്തുള്ളത്. എന്തിനാണോ കൊണ്ടൊരു കണക്ഷനൊക്കെ ഇട്ടേക്കുന്നത്. എനിക്ക് തോന്നും വിജയ് ഇനിയും പടം ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണല്ലോ ലാസ്റ്റ് ഒരു പടം കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പം തെറിയുടെ സെക്കൻഡ് പാർട്ടൊക്കെ ഇനി അതിലേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ വിജയ് ഇല്ലാത്തത് കൊണ്ട് ഹിന്ദിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ ഇനി അവിടെ പിടിച്ച് പോകാമല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടായിരിക്കാം മേ ബി ബേബി ജോൺ എന്ന് പറഞ്ഞൊരു പടം അവിടെ കൊണ്ട് ഇറക്കിയത്. ബട്ട് എന്താ പറയുക, യെസ്, വരുൺ ധവാൻ, അറ്റ്ലി, ഖലീസ് എല്ലാവരും കൂടെ ചേർന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിൽ വരുമ്പോൾ സെയിം പ്ലോട്ട് തന്നെ, തെറിയുടെ സെയിം പ്ലോട്ട് തന്നെ, ബട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ അഡീഷണലി ചേർത്ത് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു നല്ല പടത്തിനെ എങ്ങനെ കൊണ്ടൊന്ന് ഇങ്ങനെ പൊത്തോന്നിടാവോ ആ ഒരു രീതിക്കാണ് ഈ പടം ഇറക്കി വെച്ചേക്കുന്നത്. അതുപോലെ അനാവശ്യമായിട്ടുള്ള തമൻ്റെ മ്യൂസിക്കൽ ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊരു ഫീൽ ഗുഡായിട്ട് ജി വി പ്രകാശ് ചെയ്തു തന്ന ആ ഒരു മ്യൂസിക്കിൻ്റെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടുന്നില്ല. അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കേൾപ്പിക്കുന്നുണ്ട്, ബട്ട് ഒന്നും നമുക്ക് അത്ര കൺവിൻസ് അല്ല. മേക്കിംഗ് വൈസ് വാസ് സോ ബോർഡ്. എന്താ പറയുക, ആവശ്യമില്ലാത്ത രീതിക്കാണ് ഈ പടം എടുത്തു വെച്ചേക്കുന്നത്. നല്ല വൃത്തിക്കൊക്കെ ചെയ്യാവുന്ന പടമാണ്. വരുൺ ധവാനെ കൊണ്ടൊന്നും വിജയ് ചെയ്ത് വെച്ച ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സ്വാഗർ സ്റ്റൈലും ഒന്നും വരുൺ ധവാനെ കൊണ്ട് അത് താങ്ങാൻ പറ്റുന്നില്ല, അല്ലെ പറ്റത്തില്ല. പുള്ളി എന്നിട്ടും ആവശ്യമില്ലാത്ത രീതിയിൽ കുറേ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് കുറേ ഇതൊക്കെ ചെയ്ത് ജാക്കി ഷറഫാണെന്നുണ്ടെങ്കിൽ ചുമ്മാ കിടന്ന ഒച്ചപ്പാടാ, വില്ലൻ എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ കുറേ ഒച്ചപ്പാടും കാര്യങ്ങളും. ജയുടെ കൂടെ ഒരു കോൺസ്റ്റബിളായിട്ടുള്ള നമ്മുടെ മൊട്ട രാജേന്ദ്രൻ പുള്ളി ചെയ്ത റോൾ ഇതിനകത്ത് വേറെ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ആക്ച്വലി കോമഡി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. മറ്റേ ബ്രിഡ്ജിൻ്റെ അവിടുത്തെ സീനിന് പകരം ഇതിനകത്ത് ഒരു കച്ചിക്കകത്തിട്ട് കത്തിക്കുന്ന കുറേ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേ ബി ഹിന്ദിക്കാർക്ക് കുറച്ചുകൂടെ ഈ പടം ചിലപ്പോൾ വർക്ക് ആകുമായിരിക്കും. കീർത്തി സുരേഷിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നോ, സമന്ത ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പീക്ക് സാധനത്തിനെ അങ്ങനെ കൊണ്ട് താഴെ ഇട്ടിട്ടുണ്ട്. തെറി മൂവി കണ്ടിറങ്ങുമ്പോൾ നമുക്ക് സമന്തയുടെ കുറച്ച് ഇമോഷണൽ സീൻസും അല്ലെങ്കിൽ സമന്തയുടെ പെർഫോമൻസ് ഒക്കെ നമുക്ക് മൈൻഡിൽ നീക്കുമായിരുന്നു. കീർത്തി സുരേഷിൻ്റെ ഒന്നും നമുക്ക് അങ്ങനെ തോന്നുന്നത് പോലും ഇല്ല. വൻ വെറുപ്പിലായിരുന്നു. പിന്നെ അതുപോലെ വാമിക ഗബി, അതായത് എമി ജാക്സൺ ചെയ്ത റോളാണ് വാമിക ഗബിനകത്ത് ചെയ്യുന്നത്. തെറി എന്ന് പറഞ്ഞ മൂവിക്കകത്ത് എമി ജാക്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂൾ ടീച്ചറായിട്ട് മാത്രമാണ് കാണിക്കുന്നത്. ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് വാമിക ഗബി ഒരു സ്പൈ ആണ്, ഒരു അണ്ടർ കവർ ഏജന്റാണ്, സ്കൂൾ ടീച്ചറായിട്ടൊക്കെ ജോലി ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മറ്റേ ജയിലറിനകത്തും വിക്രത്തിനകത്തൊക്കെ ഒരു ഹൈറ്റ് കുറഞ്ഞൊരു ഡാൻസർ ആയിട്ടുള്ള ഒരാളില്ലേ, സോ ആ പുള്ളിയൊക്കെ ഇതിനകത്തുണ്ട്. സോ അപ്പം ഇതൊക്കെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 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 സ്പൂഫ് പടമാണ് ബേബി ജോൺ. അപ്പം താല്പര്യമുള്ളവർക്ക് പോയി കാണാം. അല്ലാത്തവർക്ക് തെറി തന്നെ വീണ്ടും ഒന്നുകൂടെ കണ്ടാൽ മതി. വേറെ വ്യത്യാസമൊന്നുമില്ല, ചെറിയ ചെറിയ സീൻസൊക്കെ മാറ്റമുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.